പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടി ആരും ആരെയും കൂടെ കൂട്ടരുത്. ഉപേക്ഷിക്കുന്നവർക്ക് അറിയില്ല ഉപേക്ഷിക്കപ്പെടുന്നവരുടെ വേദന. ആരോടും ഒന്നും പറയാൻ പറ്റില്ല. ചിന്തിക്കുന്നത് വേറെ രീതിയിൽ, പ്രതികരിക്കുന്നത് മറ്റൊരു രീതിയിൽ. നാം സ്നേഹിക്കുന്നവരെല്ലാം നമ്മെ സ്നേഹിക്കണം എന്ന് വാശി കാണിക്കരുത്. കാരണം അവർക്ക് നമ്മളെക്കാൾ പ്രിയപ്പെട്ടവരായി മറ്റു പലരുമുണ്ടാകും. ചിലർ നമ്മളോടൊപ്പം ചിരിച്ചും രസിച്ചും ഇരിക്കുമ്പോൾ നമ്മൾ കരുതും നമ്മൾ അവർക്ക് വളരെ പ്രിയപ്പെട്ടവരാണെന്ന്. എന്നാൽ വൈകാതെ തന്നെ അത് വെറും തോന്നലാണെന്ന് അവർ നമ്മൾക്ക് മനസ്സിലാക്കി തരും. ചിലരെ നമ്മൾ എപ്പോഴും ശല്യപ്പെടുത്തുന്നത് അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അതുപോലും അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേയുള്ളൂ. ആർക്കു വേണ്ടിയാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെക്കുന്നത് അവരിൽ നിന്ന് തന്നെയാകും നമുക്ക് കൂടുതൽ അവഗണനയും വേദനയും നേരിടേണ്ടി വരുന്നതും. ജീവിതം അത് സ്നേഹിക്കുന്നവരുടെ കൂടെ സന്തോഷത്തോടെ ആയിരിക്കണം. അല്ലാതെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ വിഷമിച്ചും സങ്കടപ്പെട്ടും ഒരു സന്തോഷവും ഇല്ലാതെ ജീവിച്ചു മരിച്ചിട്ട് എന്ത് കാര്യം? കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച തിരിച്ചു കിട്ടിയാൽ അവർ ആദ്യം വലിച്ചെറിയുന്നത് അത്രനാൾ താങ്ങി നിർത്തിയ വടിയായിരിക്കും. ഇതുപോലുള്ള അനേകം മനുഷ്യർ നമുക്കിടയിലുണ്ട്. അറിഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്തവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നാം സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ സാമീപ്യം ദുഷ്കരമായി തോന്നിയാൽ പിന്തിരിഞ്ഞു നടക്കണം. ഒന്നും ചിന്തിക്കാതെ, തിരിഞ്ഞു നോക്കാതെ. അത് അവരോട് ചെയ്യുന്ന നന്മയും സ്നേഹവുമാണ്. അവരെങ്കിലും സന്തോഷിക്കട്ടെ. നമുക്ക് പ്രിയപ്പെട്ടത് എന്നു കരുതി നെഞ്ചോട് ചേർക്കും മുമ്പ് ഒന്നുകൂടെ ആലോചിക്കുക, അവർക്ക് പ്രിയപ്പെട്ടത് നമ്മൾ ആണോ എന്ന്. സുഖം തേടി പോകുന്നവർക്ക് ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരാളെ വിട്ട് മറ്റൊരാളിൽ സന്തോഷം തേടിപ്പോകാൻ കഴിയില്ല. അതിരു കടന്ന് സ്നേഹിക്കുന്നവർ ഒടുവിൽ ഒരു കോമാളിയാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരികൾ ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവം അവർക്കും ഉണ്ടാവണം. നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത ഇടത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു കോമാളിയുടെ വേഷം മാത്രമേ അവിടെ നമുക്ക് ലഭിക്കൂ. അറിഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്തവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നമ്മൾ എത്രമാത്രം സ്വന്തം എന്ന് കരുതി സ്നേഹിച്ചാലും ആത്മാർത്ഥത കാണിച്ചാലും നമ്മളെ എപ്പോഴും അന്യരായി മാത്രം കാണുന്ന ചിലർ നമ്മുടെയൊക്കെ ജീവിതത്തിലും കാണും. മടുത്തു തുടങ്ങുന്ന മനുഷ്യർക്ക് തിരക്ക് കൂടും. ഒഴിവാക്കാൻ കാണിക്കുന്ന അവഗണനയേക്കാൾ എത്രയോ നല്ലതാണ് ഒഴിഞ്ഞു തരണം എന്നൊരു വാക്ക്. സ്നേഹത്തിനു വേണ്ടി യാചിച്ചു ചെല്ലുന്നതിനേക്കാൾ നല്ലത് മൗനത്തോടെ പിന്മാറുന്നതാണ്. മനസ്സ് വേദനിക്കുമ്പോൾ മൗനമാണ് നല്ലത്. ഉരുകിത്തീർന്നാലും മറ്റാർക്കും വേദനിക്കില്ലല്ലോ. ഒരിക്കലും തീരാത്ത തിരക്കുകൾ ഒരാൾക്ക് വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? കൂടെയുള്ളവരെ മടുത്തു തുടങ്ങുമ്പോൾ. അവർ തിരക്ക് കഴിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ വെറും വിഡ്ഢികൾ. ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കുമ്പോഴും സ്നേഹിക്കാൻ പാടില്ലാത്തതിനെ സ്നേഹിക്കുമ്പോഴും കാലം നമുക്ക് നൽകുന്ന സമ്മാനമാണ് വേദന.
ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവരുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. ഇന്നലെ ഒരു പുഞ്ചിരി, ഇന്നൊരു മൗനം, നാളെയൊരു ഓർമ്മ, പിന്നെ ഒരു മറവി. ഇത്രയേ ഉള്ളൂ എല്ലാം. ആരെക്കുറിച്ചോർത്ത് നമ്മുടെ മനസ്സ് പിടയുന്നുവോ അവർ നമ്മളെ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല എന്നതാണ് സത്യം. നമ്മൾ എത്രമാത്രം സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചാലും ആത്മാർത്ഥത കാണിച്ചാലും നമ്മളെ എപ്പോഴും അന്യരായി മാത്രം കാണുന്ന ചിലർ നമ്മുടെയൊക്കെ ജീവിതത്തിലും കാണും. പുതിയ പൂ വിരിയുമ്പോൾ പൂമ്പാറ്റ പഴയ പൂവിനെ മറക്കും. പക്ഷേ പൂവിന് ഒരിക്കലും തൻ്റെ ഹൃദയം കവർന്ന പൂമ്പാറ്റയെ മറക്കാൻ ആകില്ല. ആളുകൾ വേർപിരിയാൻ തീരുമാനിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് സംസാരം കുറയ്ക്കുക എന്നതാണ്. കാലം മാറാൻ വർഷങ്ങൾ വേണം, മനുഷ്യൻ മാറാൻ നിമിഷങ്ങൾ മതി. മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്നർത്ഥമേ ആ വരികൾക്ക് ഉണ്ടാവൂ. നമ്മൾ സ്വയം ജീവിതം വെറുക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ചവർക്ക് മുമ്പിൽ നമ്മൾ ആരുമല്ല എന്നറിയുമ്പോൾ. ഓരോ ബന്ധവും കൂടെ നിൽക്കുന്നത് സംസാരത്തിൽ കൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങും. സമയമാണ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. ചിരിക്കുന്ന മുഖത്തിനുള്ളിൽ കരയുന്നൊരു മനസ്സുണ്ട്. അത് മനസ്സിലാക്കാൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കഴിയൂ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഉള്ള വേദനയുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ. ഒരാളെ കാണാതിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സങ്കടമാണ് അയാളെ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. അണഞ്ഞു പോയതിനു ശേഷമേ അറിയൂ, ചെറിയ വെളിച്ചമായിരുന്നെങ്കിലും കൂടെയുണ്ടായിരുന്ന വെളിച്ചം വളരെ വലുതായിരുന്നു എന്ന്. ഒന്നും പറയാനില്ല എന്നതല്ല, ആരും കേൾക്കാനില്ല എന്നതാണ് പലരുടെയും സങ്കടം. പരസ്പരം നഷ്ടപ്പെടും വരെ ആർക്കും ആരെയും മനസ്സിലാവില്ല. എത്ര അകൽച്ച കാണിച്ചാലും മൗനമായാലും ചിലരെ മറക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. വേദനയുടെ ഭാരം സഹിക്കാൻ പറ്റാതെയാകുമ്പോഴാണ് പലരും മരണത്തെ അറിയാതെ സ്വപ്നം കണ്ടുപോകുന്നത്. ഒരാൾക്ക് നൽകിയ സ്നേഹം മറ്റൊരാൾക്ക് നൽകാനാവില്ല. കഴിയുമായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട സ്നേഹത്തിന് വേണ്ടി ആരും കരയുമായിരുന്നില്ല. ജീവിതം ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിക്കുമെന്ന്. എല്ലാം തകർന്നു പോയിട്ടും വീണ്ടും ഒരു പ്രതീക്ഷയില്ലേ, എല്ലാം ശരിയാവുമെന്ന്. അതുതന്നെയാണ് ജീവിതം. ഒരു സ്പർശനം കൊണ്ട് പൂക്കുന്നവളാണ് സ്ത്രീ. പക്ഷേ അവളുടെ അനുവാദമില്ലാതെ ഒരു സ്പർശനം കൊണ്ട് ഒരുവനെ വെറുക്കുവാനും അവൾക്ക് സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇതുപോലുള്ള വീഡിയോവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.